വളരെ ഹെൽത്തി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല മാത്രം മതി ചപ്പാത്തി റൊട്ടി പോലെയുള്ളവയ്ക്ക് ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട്. തന്നെ 1/2 kg പനീർ കട്ട് ചെയ്ത് ഇതുപോലെ ക്യൂബ്സ് ആക്കിയതിനു ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് നല്ലതുപോലെ ഇളക്കി ഒരു 5 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് ഒരു ടവ എടുത്തിട്ട് അതിലേക്ക് ഒരു വലിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പനീറെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ എടുത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഒരു പിടി ഇഞ്ചി, വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിട്ടുള്ള 4 സവാള, 3 തക്കാളി, ആവശ്യത്തിന് ഉപ്പ്, കാഷ്യൂനട്ട്, 5 വറ്റൽമുളക്, 2 ബേ ലീഫ്, 1 കഷ്ണം പട്ട, 3 ഏലക്ക, 5 ഗ്രാമ്പു, 1 ടീസ്പൂൺ പെരുംജീരകം, കൂടി മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ചേർത്ത് വഴറ്റാം. ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ച് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കാം. ഇത് പാനിലേക്ക് ഇട്ടതിന് ശേഷം 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഒരു വലിയ പിഞ്ച് കസൂരി മേത്തി ചേർക്കാം. വറുത്ത് വെച്ചിട്ടുള്ള ബട്ടറോട് കൂടിയുള്ള പനീർ ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് പനീർ ഇതുപോലെ പൊടിച്ചിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റി പനീർ ബട്ടർ മസാല റെഡി.